വായോ വായോ എല്ലാരും വാ. അപ്പൊ ഇവിടെ വരെ നമ്മളൊരു മധുരം കൂടെ മുറിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ ദൈവാനുഗ്രഹമാണ്. അതിന് ഒരു സമയമുണ്ടെന്ന് പറയാം. നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥനയോടെ കാത്തിരുന്നാലും എത്രയൊക്കെ പൈസ കയ്യിലുണ്ടായാലും അത് ഉണ്ടാവാനൊരു സമയം വേണം. അപ്പൊ ആ സമയമാണ്, അത് നല്ല സമയമാണ്. ദൈവം അനുഗ്രഹങ്ങളുടെ തുടക്കമാണ്. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ഷാജേണ്ണും നീതി രണ്ടുപേരും പുതിയ ഒരു കുടുംബത്തിൽ നല്ല വീടാണ് അല്ലേ. നല്ല ചെറിയ കിളിക്കൂട് പോലെയുള്ള ഒരു വീട്, വിശാലമായ അടുക്കള, ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, നല്ല ഡൈനിങ് ടേബിള്, എല്ലാം മനോഹരമായിരിക്കുന്നു. അപ്പോ ജീവിതത്തിന്റെ വലിയ ദൈവാനുഗ്രഹങ്ങളിൽ ഒരു ദൈവാനുഗ്രഹം, ഇനിയും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ മുറിക്കുന്ന മധുരം ഇവരുടെ ജീവിതത്തിലെ ഉടനീളം എല്ലാ ജീവിത മേഖലകളിലും ഈ കുടുംബത്തിൽ വന്നു പോകുന്നവരിലും ഒക്കെ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വീട്ടിലേക്ക് താമസിക്കുന്ന രണ്ടുപേർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. പ്രാർത്ഥനയുടെ കുടുംബമാവട്ടെ. പ്രാർത്ഥിക്കുക, നന്നായിട്ട് സ്നേഹപൂർവ്വം ജീവിക്കുക, എല്ലാവരോടും സന്തോഷത്തോടുകൂടി പെരുമാറുക. ഇവിടെ വന്നു പോകുന്നവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ തിരിച്ചു വരാനായിട്ട് തോന്നുന്ന അല്ലെ, അങ്ങനെ ഒരു അതൊരു വരവാണ്. ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ തിക്കുമുട്ടിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള തിക്കുമുട്ടിലുണ്ടാവും. അത് ചെറിയ വീട്, വലിയ വീട്, പണ സാമ്പത്തിക ഭദ്രത അതൊന്നുമല്ല. അപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നവർക്ക് എല്ലാവർക്കും തിരിച്ചു വരാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സന്തോഷം എപ്പോഴും ഈ കുടുംബത്തിൽ വന്നു പോകുന്നവരുടെ ജീവിതങ്ങളിൽ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേർക്ക് എല്ലാവരും ആശംസിക്കുന്നു. ഇനി ഒരുപാട് ഉണ്ടാകട്ടെ. ഒരു 100 വർഷമെങ്കിലും ഒരുമിച്ച് ഈ കുടുംബത്തിന് ജീവിക്കാനായിട്ട് അല്ലേ. 100 വർഷമെങ്കിലും യാഥാർത്ഥ്യം നമ്മൾക്ക് ആശംസകളായിരുന്നു. യാഥാർത്ഥ്യമാണ് എന്തെങ്കിലും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. യാഥാർത്ഥ്യമാണെന്ന് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സ്വപ്നം. അങ്ങനെയല്ലേ, ഞാൻ അച്ഛനായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യം എനിക്ക് 100 വയസ്സ് വരെ ജീവിക്കാനാണ്. ഞാൻ 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് 100 വയസ്സ് വരെ ജീവിക്കണം എന്നുള്ളതാണ്. ചിലർക്ക് ചിലപ്പോൾ 50 വയസ്സ് വരെ ജീവിക്കാൻ ഉള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ ആ സന്തോഷം ഉണ്ടാവട്ടെ, ഒരുമിച്ച് ജീവിക്കട്ടെ, എല്ലാ സന്തോഷത്തോടുകൂടി ആയിരിക്കട്ടെ. എല്ലാവരും ആശംസിച്ചത് നമുക്ക് ഒരുമിച്ച് ഒരു തമ്മിൽ